ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള തിരുസവിധേ ആദരവോടിത താണു വണങ്ങുന്നേ ആദരവോടിത താണു വണങ്ങുന്നേ ആരിലും ഉന്നതനേ സ്തുതി നിനക്ക് ആരാധന ഹൃദയം തുറന്നു ഞാൻ ആത്മമണാള തിരുസവിധേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 49 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ട് തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്നപ്പോൾ എൻ്റെ കർത്താവിനെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് സകല ജാതികൾക്കും ദൈവമായവൻ, മുഖപക്ഷമില്ലാത്ത ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഈ അത്ഭുതമേറിയ വാക്യം എൻ്റെ ഹൃദയത്തിൽ അന്നേ ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്തൊരു വചനമായിരുന്നു. ഇന്നും എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. കാരണം തിരുവചനത്തിൽ നിന്ന് നോക്കുമ്പോൾ യേശു കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്ന വചനഭാഗമാണ് ദൈവമക്കളെ, സകല ജാതികൾക്കും ദൈവമായവൻ. സ്തോത്രം. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ളത്. ഹല്ലേലൂയ. മുഖവശമില്ലാത്ത കർത്താവ്, യേശു കർത്താവിനെ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സുകൊണ്ട് ആരാധിക്കുവാൻ ഇതൊക്കെ കാരണമാണ്. ആമേൻ, സ്തോത്രം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശ്യവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മനോഹരമായ തിരുവചനത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെ എല്ലാവരെയും ആത്മാവിലാക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എവിടെ നിന്നാണ് കർത്താവ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ താണ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെ, എൻ്റെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങളെ കേൾക്കുമ്പോൾ കാണുമ്പോൾ ദൈവമക്കളെ ഞാനും ഓർക്കുന്നു, ഞാനും എത്ര ഭാഗ്യവതിയാണ് ഈ ജീവിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം. ആരാധനയ്ക്ക് യോഗ്യനായ നല്ല കർത്താവിനെ, ആമേ, സ്തോത്ര, ഹല്ലേലൂയ, ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാക്ഷ്യം പറയാൻ തക്കണം എല്ലാവരും ഒരുക്കട്ടെ ദൈവമക്കളെ. ഈ മഹത്വം കാണാൻ നമ്മുടെ കണ്ണുകളെ തുറന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇതുപോലെ സാക്ഷിയെ തീരുവാൻ എല്ലാവരും കർത്താവ് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഹൃദയം കൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. സകല ജാതികൾക്കും ദൈവമായ കർത്താവേ, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ എന്ന് അവിടുന്ന് കേൾപ്പിക്കുമ്പോൾ അതേ കർത്താവേ കേൾക്കുകയാണ് കർത്താവേ, നിന്ന് കേൾക്കുകയാണ് കർത്താവേ. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ കേൾക്കുകയാണ് കർത്താവേ. കേൾക്കും തോറും ഇത്ര വലിയ ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. ഇത്ര മഹത്വമുള്ള നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ കർത്താവെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ മഹത്വം കാണാൻ എൻ്റെ കർത്താവെ അനേകം കണ്ണുകളെ തുറക്കണമേ, ഈ മഹത്വം കേൾക്കാൻ അനേകം കാതുകളെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ സ്തോത്രം.